പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കഷ്ടകാലം തുടരുകയാണ്. ഇന്ന് ചാമ്പ്യൻസ് ലീഗിൽ സ്വന്തം മൈതാനത്ത് ഡച്ച് ക്ലബ് ഫെയ്നൂർദിനോട് സിറ്റി സമനില വഴങ്ങി. മത്സരത്തിലെ 3 ഗോളുകളുടെ ലീഡ് അവസാന 15 മിനിറ്റിൽ സിറ്റി കൈവിടുകയായിരുന്നു. തുടർച്ചയായ 5 മത്സരങ്ങൾ തോറ്റാണ് ഇന്ന് ഫെയ്നൂർദിനെതിരെ സിറ്റി ഇത്തിഹാദിൽ കളത്തിലിറങ്ങിയത്. മത്സരത്തിൽ 44-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി ഗോളിലൂടെ എർലിംഗ് ഹാലൻഡ് സിറ്റിക്ക് ആദ്യ ലീഡ് നൽകി. രണ്ടാം പകുതിയിൽ 50-ാം മിനിറ്റിൽ ഗുണ്ടോഗൻ ബോക്സിന് പുറത്തുനിന്ന് നേടിയ ഗോളിൽ സിറ്റി ലീഡ് 2 ഉയർത്തി. 3 മിനിറ്റിനുള്ളിൽ ഹാലണ്ട് മത്സരത്തിലെ തന്റെ രണ്ടാം ഗോളോടെ സിറ്റിയെ 3-0 മുന്നിലെത്തിച്ചു. എന്നാൽ സിറ്റി വിജയം പ്രതീക്ഷിക്കവേ 75-ാം മിനിറ്റ് തൊട്ട് കാര്യങ്ങൾ മാറി മറഞ്ഞു. 75-ാം മിനിറ്റിൽ സിറ്റിയുടെ പ്രതിരോധ പിഴവ് മുതലെടുത്ത് മൂസ ഫെയ്നൂർദിനായി ആദ്യ ഗോൾ മടക്കി. 82-ാം മിനിറ്റിൽ സാന്റിയാഗോ ഹിമിനസ് സിറ്റി വലയിൽ പന്തെത്തിച്ചതോടെ സ്കോർ 3-2. ഒടുവിൽ 89-ാം മിനിറ്റിൽ സിറ്റി കീപ്പർ എഡേഴ്സന്റെയും പ്രതിരോധത്തിന്റെയും പിഴവ് മുതലെടുത്ത് ഡേവിഡ് ഹാൻകോ ഫെയ്നൂർദിന്റെ 3-ാം ഗോൾ സിറ്റി വലയിൽ നിക്ഷേപിച്ച് സമനില കണ്ടെത്തി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 64% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ സിറ്റിക്കായിരുന്നു. 18 ഷോട്ടുകളാണ് സിറ്റി ആകെ തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. 630 പാസുകൾ 89% കൃത്യതയോടെ മാഞ്ചസ്റ്റർ സിറ്റി പൂർത്തിയാക്കി. 10 ഷോട്ടുകളാണ് ഫെയ്നൂർ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. സമനിലയോടെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 5 മത്സരങ്ങളിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്ക് 8 പോയിന്റാണുള്ളത്. ഫെയ്നൂർദിന് 5 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റാണുള്ളത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.